ഇന്നത്തെ വൈകുന്നേരം അമ്മൂമ്മ ദാ വിളക്കിനൊക്കെ ഒരുക്കാൻ പോവാണ് കേട്ടോ. അമ്മൂമ്മ ഉള്ള ദിവസമാണെങ്കിൽ അമ്മൂമ്മ തന്നെയായിരിക്കും വിളക്കൊക്കെ ഒരുക്കി കഴുകി വൃത്തിയാക്കി കത്തിക്കുന്നത്. സന്ധ്യാസമയത്ത് മുറ്റമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, തൂത്ത് വൃത്തിയാക്കി കഴുകി എല്ലാം ഒന്ന് നന്നായിട്ട് പുകയ്ക്കും. വീടിനകവും പുകയ്ക്കും, വീടിന് പുറത്തും പുകയ്ക്കും കേട്ടോ. അത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണേ. ഇനി നമുക്ക് ചായക്ക് സ്നാക്സ് ആയിട്ട് മുട്ട ബജിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. സത്യത്തിൽ അമ്മ ഇത്ര നന്നായിട്ട് മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ കാടമുട്ട എടുത്തിട്ടുണ്ട്, വലിയ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വളരെ ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കണം ചായൻ്റെ കൂടെ. അപ്പോഴത്തേക്ക് അമ്മൂമ്മ വിളക്കൊക്കെ കത്തിച്ചു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ ഇനി നാമം ചെല്ലുമായിരുന്നു. ഇപ്പം അതൊക്കെ ഓർമ്മകളായി. അപ്പം ഇനി ദീപാരാധന കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ. ഞാൻ ഈ വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ എൻ്റെ ഷൂട്ടിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാട്ടോ വാങ്ങിക്കുന്നത്. അത് എപ്പോഴും ഞാൻ പറയാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കോട്ടൺ സെറ്റാണ്, നല്ല വർക്കുകൾ വരുന്നുണ്ട്, സ്ലീവ് ഉണ്ട്. അത് ഞാൻ എടുത്ത് പറയാം. ആ സൽവാറിൻ്റെ കൂടെ സ്ലീവ് വരുന്നുണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഞാൻ ഇതിൽ 2 കളർ വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഇവിടെ ടാഗ് ചെയ്തിരിക്കാമേ. ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് ദീപാരാധന കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ഇനി അതാരും കുറ്റം പറയണ്ട. അവളും ഉണ്ടായിരുന്നു, അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.